ശ്രീകൃഷ്ണാവതാര ലീലകൾ അനുസ്മരിക്കുന്ന ദശമസ്കന്ധം ആരംഭിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ. അഥ ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ പൂർവാർത്ഥ. അഥ പ്രഥമോധ്യായ. രാജോവാച കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യോഃ രാജ്ഞാം ച ഉഭയവംശ്യാനാം ചരിതം പരമാദ്ഭുതം യതോശ്ച ധർമ്മശീലസ്യ നിതരാം മുനിസത്തമ തത്രാംശേനാവതീർണസ്യ വിഷ്ണോർവീര്യാനുശംസന നിവർത്തത ഋഷൈരുപഗീയമാനാൻ ഭവൗഷധാ ശ്രോത്രമനോഭിരാമാൻ ക ഉത്തമശ്ലോകഗുണാനുവാദാൽ പുമാൻ വിരജ്യേത വിനാപശുദ്ധാൻ പിതാമഹാമേ സമരേ അമരഞ്ജയർ ദേവവ്രതാദ്യാതിരഥൈസ്തിമിംഗിലൈഃ ദുരത്യയം കൗരവസൈന്യസാഗരം കൃത്വാതരൻ വത്സപദം സ്മയൽ പ്ലവാഹ ദ്രൗണ്യസ്ത്രവിപ്ലുഷ്ടമിദം മദംഗം സന്താനബീജം കുരുപാണ്ഡവാനാം ജുഗോമകുക്ഷിം ഗദാത്തചക്രോ മാതുശ്ച മേയ ശരണം ഗദായ വീര്യാണി തസ്യാഖിലദേഹഭാജാം അന്തർബഹിഃ പൂരുഷകാലരൂപൈഃ പ്രയച്ഛതോ മൃത്യുമുദാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ രോഹിണ്യാസ്തനയ പ്രോക്തോ രാമഃ സംഘർഷണസ്ത്വയാ ദേവക്യാ ഗർഭസംബന്ധ കുതോ ദേഹാന്തരം വിനാ കസ്മാൻ മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാൽ പ്രജംഗത കവാസം ജ്ഞാതിഭിः സാദ്ധം കൃതവാൻ സാത്വതാംബതി വസേവസംഗിമകരോൻ മധുപര്യാം ച കേശവ ഭ്രാതരം ചാവധിൽ കംസം മാതുരദ്ധാതദർഹണം ദേഹം മാനുഷമാശ്രിത്യ കതിവർഷാണി വൃഷ്ണിഭിः യദുപര്യാം സഹാവാസിൽ പത്ന്യകത്യഭവൻ പ്രഭോ ഏതദന്യच्च സർവം മേ മുനേ കൃഷ്ണവിചേഷ്ടിതം വക്തുമർഹസി സർവജ്ഞ ശ്രദ്ധാനായ വിസ്തൃതം നൈഷാദീ ദുസ്സഹാക്ഷിന്മ ത്യക്തോദമഭി ബാധത്തെ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. സൂത ഉവാച ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകിഃ സ ഭഗവാൻ അഥ വിഷ്ണുരാദം പ്രത്യക്ഷ കൃഷ്ണചരിതം കലികന്മഷക്തം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന. ശ്രീ ഹരേ നമഃ. ശ്രീശുക ഉവാച സമ്യക് വ്യവസിതാ ബുദ്ധിസ്തവ രാജഋഷി സത്തമ വാസുദേവ കഥായാം തേ യജ്ജാതാ നൈഷ്ഠികീരതി വാസുദേവ കഥാ പ്രശ്ന പുരുഷാം സ്ത്രീം പുനാദിഃ വക്താരം പൃച്ഛകം ശ്രോതൃം തൽ പാദസലിലം യഥാ ഭൂമിദൃപ്തനൃപവ്യാജ ദൈത്യാനീകശതായുധൈഃ ആക്രാന്ത ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയു ഗൗർഭൂത്വാശ്വമുഖീ ഖിന്നാ ക്രന്ദന്തി കരുണം വിഭോ ഉപസ്ഥിതാം ദിഗേ തസ്മൈ വ്യസനം സ്വമവോചത ബ്രഹ്മാത്തതുപധാര്യാഥ സഹദേവൈസ്തയാ സഹ ജഗാമസത്രിനയനസ്ഥിരം ക്ഷീരപയോനിധേ. തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകപിം പുരുഷം പുരുഷശുക്രേണ ഉപതസ്തേ സമാഹിത ഗിരിം സമാധോ ഗഗനേ സമീരിതാം ഗിരിം സമാധോ ഗഗനേ സമീർ ഗിരിം സമാധോ ഗഗനേ സമീരിതാം നിശമ്യ വേധാത്രദശാൻ ഉവാചഃ ഗാം പൗരുഷിം മേ ശൃണുതാമരാഃ പുനർ ധീയതാം ആശുതദൈവമാചിരം. പുരൈവ പുംസാവധുതോധരാജ്വരോ ഭവദ്ഭിരംശൈദുഷോ വജന്യതാം സയാവദുർവ്യാഭരമീശ്വരേശ്വര സ്വകാലശക്തിയാ
क्षमयंश्चरेद्भुवि वसुदेवगृहे साक्षात् भगवान् पुरुषः परः जनिष्यते तत्प्रियार्थं सम्भवन्तु सुरस्त्रिय वासुदेवकलानन्द सहस्रवदनस्वराळ् अग्रतो भविता देवो हरे प्रियशीर्षया विष्णोर्माया भगवती तया सम्मोहितं जगल् आदिष्टा प्रभणांशेन कार्यार्थे सम्भविष्यति। श्रीशुक उवाच इत्यादिश्यामरगणान् प्रजापतिपतिर्विभौ आश्वासितमहिं गिर्भिः स्वधामः परमं ययौ शूरसेनो यदुपतिर्मथुरामावसन्पुरीं माधुरान् शूरसेनांश्च कुशलान् बुभुजे पुरा राजधानी ततः साभून् सर्वयादव भूभुजाम् मथुरा भगवान् यत्र नित्यं सन्निहितो हरि तस्यां तु कर्हिजिल् शौरिर् वसुदेवकृतोद्वः देवक्या सूर्यया सात्वं प्रयाणे रथमारुहन् उग्रसेन सुदक्कंस स्वसुप्रियचिकीर्षया रश्मिङ्घयानां जग्राह रौक्मैरथशतैर्वद चतुश्शतं पारिबर्हं गजानां हेममालिनाम् अश्वानामयुधं सार्थं दधानां चतुर्शतं दासीनां सुकुमारीणां द्वेषते समलङ्कृते दुहित्रे देवकप्रादायानि दुहितृवत्सलाम् शङ्खदुर्गमृदङ्गाश्च नेदुर्दुन्दुभयसमं प्रयाणप्रक्रमे तावन् वरवध्वोः सुमङ्गलं पथिप्रगृहिणं कंसम् आभाष्याः शरीरवा अस्यास्त्वामष्टमो गर्भो हन्तायां दहसे बुधा इत्युक्तः सकलः पापो भोजानां कुलपांसना भगिनीं गन्धुमारब्ध खड्गपाणी गजगृहीं तं जुगुप्सितकर्माणं नृशंसं निरवत्रवं वसुदेवो महाभाग उवाच हरिसान्द्वयम् वसुदेव उवाच श्लाघनीयगुणशूरे भवान् भोजयसस्करा स कथं भगिनी हन्यान् स्त्रियमुद्वाहपर्वणि मृत्युर्जन्मवदां वीर देहेन सह जायते अद्य वाप्तशतान्देव मृत्युर्वै प्राणिनां ध्रुव देहे अञ्जत्वमापन्नि देहि कर्मानुगोवश देहान्तरमनुप्राप्य प्राक्तनं त्यजते व्रजं स्तिष्ठन् पदैरेण यथैवेगेन गच्छति यथा तृणजलो एवं देहे कर्मगतिं गता स्वप्ने यथा पश्यति देहमीदृशं मनोरथेनाभिनिविष्टचेतनं दुष्टश्रुताभ्यां मनसानुचिन्तयन् प्रपद्यते तत्किमपि ह्यवस्मृति यतो यतो धावति दैव चोदितं मनोविकारात्मकमावपञ्चसु गुणेषु मायार्जतेषु देह्यसौ प्रपद्यमाना सहतेन जायते ज्योतिर्यथैवोदकपार्थिवेश्वर समीरवेगानुगतं विभाव्यते एवं स्वमायार्जतेषसो पुमान् गुणेषु रागानुगतो विमुह्यति तस्मान्न कस्यचिद्रोहम् आचरेत् स तथाविध आत्मा
കൃപണാപുത്രികോപമ ഹന്തും നാർഹസി കല്യാണി ഇമാം ത്വം ദീനവത്സല. ശ്രീശുക ഏവം സസാമഭേദൈർബോധ്യോ വിദാരുണ ഏവം സാമഭേദൈർബോധ്യമാനോ വിദാരുണ നിവർത്തത കൗരവ്യ പുരുഷാദാനനൂരത നിർബന്ധം തസ്യ തം ജ്ഞാത്വാ വിചിന്യാനഗതുന്ദുഭിः പ്രാപ്തം കാലം പ്രതിവ്യോഢുമിദം തത്രാന്മപദ്യത മൃത്യുർബുദ്ധിപദാബോഹ്യോ യാവത് ബുദ്ധിബലോദയം യദ്യസോ നിവർത്തേത നാവരാധോസ്തി ദേഹിനാം പ്രദായ മൃത്യവേ പുത്രാൻ മോചയേ കൃപണാമിമം സുധാമേ യദി ജായേരന്മൃത്യുർവാനമ്രിയേത ചേത് വിവർഗയോ വാക്യം ന സ്യാൽ ഗതിർധാതുരുദിരത്യ ഉപസ്ഥിതോ നിവർത്തേത നിവൃത്ത പുനരാവതി. യോഗയോരദുഷ്ടതോന്യെന്ന നിമിത്തമസ്തി ഏവം ഹി ജന്തോർവിദുർവിഭാവ്യ ശരീരസംയോഗവിയോഗഹേതു ഏവം വിമശ്യതം പാപം യാവദാത്മനിദർശനം പൂജയാമാസ വൈ ശൗരി ബഹുമാനപുരസ്സരം പ്രസന്നവദനാം ഭോജോ നിശംസം നിരവത്രവം മനസാദൂയമാനേന വിഹസന്നിതമബ്രവീൽ വസുദേവ ഉവാച നഹ്യസ്യാസ്തേ ഭയം സൗമ്യ യൽവാഗാഃ ശരീരിണി പുത്രാൻ സമർപ്പയിഷ്യേസ്യ യദസ്തേ ഭയമുത്ഥിതം. ശ്രീശുക സുസുർവധാന്യവൃതേകം സസ്തത്വാക്യസാരവേ വസുദേവോപിതം പ്രീത വശസ്യ പ്രാവിശൻ ഗൃഹം അഥ കാലമുപാവൃത്തി ദേവകീ സർവദേവജാ പുത്രാൻ പ്രസുഷുവേ ചാഷ്ടു കന്യാം ജൈവാനുവത്സരം കീർത്തിമന്ദം പ്രഥമജം കംസായാനഗതുന്ദുഭി അർപ്പയാമാസ നിക്ഷേണാസോ നുദാദതി വിഹ്വലം കിം ദുസ്സഹം സാധൂനാം വിദുഷാ കിം അവേക്ഷിതം കിമകാര്യം കദര്യാണാം ദുസ്ത്യജം കിം ആത്മനാം ദൃഷ്ട്വാ സമസ്തം ദക്ഷൗരേഃ സത്യേ ചൈവ വ്യവസ്ഥിതം കംസസ്തുഷ്ടമനാരാജൻ പ്രഹസൻ ഇദമബ്രവീൽ പ്രതിയാതു കുമാരോയം നഹ്യസ്മാദസ്തി മേ ഭയം അഷ്ടമാദ്യുവയോ ഗർഭാം മൃത്യുർമേ വിഹിതകിലം തഥേതി സുതമാദായ യയാവാനഗതുന്ദുഭി നാഭ്യനന്ദർവാക്യമസതോ വിജിതാത്മന നന്ദാദ്യായേ വ്രജേ ഗോപ യാശ്ചാമീഷാം ചയോഷിത വൃഷ്ണയോ വസുദേവാദ്യായുധസ്ത്രിയ സർവേ വൈ ദേവതാ പ്രായ ഉഭയോരപി ഭാരത ജ്ഞാതയോ ബന്ധുസുഹൃദോ യേ ച കംസമനോരഥാഃ ഏതൽ കംസായ ഭഗവാൻ ശശംസാമേത്യ നാരദ ഭൂമേർഭാരായമാണാനാം ദൈത്യാനാം ച വധോദ്യമം ഋഷേർവിനിർഗമേ കംസോ യദോന്മത്വാ സുരാൻ ഇതി ദേവക്യാ ഗർഭസംഭൂതം വിഷ്ണും ചാസ്വപഥം പ്രതി ദേവകീ വസുദേവം ചാനഹ്യനകടേർഗ്രഹേ ജാതം ജാതമഹൻ പുത്രം തയോരഹനശങ്കേ മാതരം പിതരം ഭ്രാതൃം സർവാംശ്ച സുഗതസ്തഥാ ഗ്രന്ഥി ഹസുതൃകോനുദ്ധാരാജാന പ്രായശോ ഭുവി ആത്മാനമിക സഞ്ജാതം
जान् प्राक् विष्णुनाहतं महासुरं कालनेमि यदुहि सविरुध्यता उग्रसेनं च पितरं यदुभोजान्धकाधिपं स्वयं निगृह्य भुवजे शूरसेनान् महाबलान्। श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे श्रीकृष्णावतारोपक्रमे प्रथमोऽध्याय सर्वत्र गोविन्दनामसंकीर्तनम् 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 उवाच प्रलम्बवगचाणूरतृणावर्तमहाशनैः मुष्टिकारिष्टद्विविधपूदनाकेशिधेनुकैः अन्यैश्चासुरभूपाले बाणभौमादिवर्युधा यदूनां कदनं चक्रे बलीः नार्थसंशया ते पीडितानि विवशु कुरु पञ्चानके गयान् साल्वान् विदर्भान् निषधान् विदेहान् कोसलान्नपि एके तमरुरुन्धान ज्ञादय पर्युपासते हदेषु षट्सु बालेषु देवक्या औग्रसेनिनं सप्तमो वैष्णवं धाम यमनन्दं प्रजक्षते गर्भो बभूव देवक्या हर्षशोकविवर्धना भगवानपि विश्वात्मा विदित्वा कंसचं भयं यदूनां निजनाथानां योगमाया समादिशन् गच्छदेवी व्रजं भद्रे गोपगोभिललङ्कृतं रोहिणी वसुदेवस्य भार्यास्ते नन्दगोकुले अन्यांश्च कंससंविघ्ना विवरेषु देवक्या जठरे गर्भं शेषाख्यं धाममामकम् तल्सन्निकृष्य रोहिण्या
रोहिण्या उदरे सन्निवेशया अथाहमंशभागेन देवक्या पुत्रता शुभे प्राप्स्यामि त्वं यशोदया नन्दपत्न्यां भविष्यसि अर्चिष्यन्ति मनुष्यास्त्वां सर्वकामवरेश्वरी धूपोपहारवल्लभी सर्वकामप्रदप्रदा धूपोपहारवल्लभी सर्वकामप्रदम् नामधेयानि कुर्वन्ति स्थानानि च नराभूय दुर्गेति भद्रकाली दुर्गे भद्रकाली विजया वैष्णवी कुमुदा चंडिका कृष्णा माधवी कन्यके माया नारायणी ईशानी शारदी अंबिके शारदी अंबिके शारदी गर्भसंघर्षणार्थं वै प्राहु संघर्षणं भुवि रामेति लोकरमणात् बलं बलवदुक्षयाल् सन्दिष्टैवं भगवता तथेत्योमिति तद्वच प्रतिगृह्य परिक्रम्य गां ददातथाकरोत् गर्भे प्रणीते देवक्या रोहिणीं योगनिद्रया अहो विश्रंसितो गर्भ इति पौरा विचक्रशु भगवान् अपि विश्वात्मा भक्तानाम् अभयङ्कर आविवेशांशभागेन मनः आनगतुं दुभे सर्वत्र गोविन्दनाम गोविन्द गोविन्द सविभ्रन् पौरुषं धाम भ्राजमानो यथा रवि दुरासदोदिदुद्धर्षो भूतानां सम्बभूवः ततो जगन्मङ्गलमच्युतांशं समाहितं शूरसुतेन देवी
ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ടായഥാനന്ദകരം മനസ്ത സാ ദേവകീ സർവജഗന്നിവാസ നിവാസഭൂത നിധരാം നരേ ഭോജേന്ദ്രഗേഹിഗ്നിശിഖേ ഗരുദ്ധ സരസ്വതീ ജ്ഞാനഖലേ യഥാ സതീ താം വീക്ഷ്യകം സപ്രഭയാചിതാന്തര വിരോചയന്തിം ഭവനം സുതിസ്മിത ആഹേഷ മേ പ്രാണഹരോഹര ഗുഹാം ധ്രുവം ശിഖോ എന്ന പുരേയമീദൃശി കിമദ്യ കരണീയമാശു മേ യദർത്ഥതന്ത്രോ ന നിഹന്തി വിക്രമം സ്ത്രിയാ സ്വസുരു ഗുരുമത്യാവതോയം യശശ്രിയം ഹന്ത്യനുകാലമായു സയഷ ജീവൻ ഖലു സംപരേതോ വർത്തേതയോത്യന്ത നിശംസിതേന ദേഹേ പ്രതേതം മനുജാശവന്തി വന്ദാത്മോന്ധം അനുമാനിനോധ്രുവം ഇതി ഘോരതമാൽഭാവാൽ സന്നിവൃത്ത സ്വയം പ്രഭു ആസ്തേ പ്രതീക്ഷം തജ്ജന്മ ഹരേ ബഹിരാനുബന്ധകൻ ആസീന സംവിശംസ്തിഷ്ടൻ ഭഞ്ജാനപര്യടൻ മഹീ ചിന്തയാനോ ഹൃഷീകേശമഭശ്യൻ തന്മയം ജഗൻ ബ്രഹ്മാ ഭവശ്ച തത്രൈത്യ മുനിവർ നാരദാദിഭി ദേവൈഃ സാനുചരൈഃ സാദം വിവേദ്ഭർ വൃഷണമൈഡയൻ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹതം ച സത്യേ സത്യസ്യ സത്യം വ്രതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ ഏകായനോസൗ ദ്വിബലസ്ത്രിമൂലശ്ചതൂരസ പഞ്ചവിധഷഡാത്മാ സപ്തത്വകഷ്ടവിടവോ നാമാക്ഷോ ദശച്ഛതീ ദ്വിഖോ ഹ്യാദിവൃക്ഷാം ത്വമേക ഏവാസ്യ സദപ്രസൂതി ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച തന്മായയാ സംവൃതചേതസസ്ത്വാം പശ്യന്തി നാനാ ന വിപശ്ചിതോ വിവർഷിരൂപാണ്യവബോധ ആത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവഹാനി സദാ അഭദ്രാണി മുഹുഘനാനി ത്വയി അംബുജാക്ഷാഖില സത്വധാംനി സമാധിനാമീഷിതചേതസൈകേ ത്വൽപാദബോധേന മഹൽകൃതേന കുർവന്തി ഗോവത്സവദം ഭവാബ്ധി സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമൻ ഭവാർണവം ഭീമമവ പ്രസൗഹൃദാഃ ഭവൽപദാംബോരുഹനാഭമത്രതേ നിധായ യാതാഃ സദനുഗ്രഹോ ഭവാൻ ഏന്നീരവിന്ദാക്ഷ വിമുക്തമാനിന സ്ത്വയീയസ്തഭാവാദ വിശുദ്ധബുദ്ധയ ആരുഹ്യ കൃക്ഷേണ പരം പദം ദദ
പതന്ത്യഥോ നാതുതയുഷ്മദംഘ്രയ തഥാ ന തേ മാധവ താവകാക്വചിൽ പശ്യന്തി മാർഗാത്വയി ബദ്ധസൗഹൃദാഃ ത്വയാഭിഗുപ്താ വിചരന്തി നിർഭയാ വിനായകായേകവമൂർധസു പ്രഭോ. സത്വം വിശുദ്ധം ശ്രയതേ ഭവാൻ സ്ഥിതൗ ശരീരിണാം ശ്രേയ ഉപായനം ബഹു വേദക്രിയായോഗതപസ്സമാധിഭിः സ്തവാർഹണം യേന ജനഃ സമീഹതി. സത്വം ന ചേത്താതരിതം നിജം ഭവേത് വിജ്ഞാനമജ്ഞാനഭിതാഭമാർജനം ഗുണപ്രകാശൈരനുമീയതേ ഭവാൻ പ്രകാശതേ യസ്യ ജയേന വാ ഗുണഃ. ന നാമരൂപേ ഗുണജന്മകർമ്മഭിः നിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണ മനോവചോഭ്യാം അനുമേയവത്മനോ ദേവക്രിയായാം പ്രതിയന്യധാഭിः ശൃണ്വൻ ഗൃഹ്ണൻ സംസ്മരയംശ്ച നാമാനി രൂപാണി ച മംഗളാനി ക്രിയാസു യസ്ത്വച്ചരണാരവിന്ദയോഃ ആവിഷ്ടചേതാന ഭവായ കൽപ്പതി. ദിഷ്ട്യാ ഹരേ യസ്യ ഭവതഃ പദോ ഭുവോ ഭാരോപനീതസ്തവ ജന്മനേഷിതു ദിഷ്ട്യാംഗിതം ത്വൽപദകൈഃ സുശോഭനേ ദ്രക്ഷ്യാമ ഗാഢ്യാം ച തവാനുകമ്പിതാം ന തേ ഭവസ്യേഷ ഭവസ്യ കാരണം വിനാ വിനോദം തർക്കയാമഹേ. ഭവോ നിരോധസ്ഥിതിരപ്യവിദ്യയാ കൃതായത സ്ത്വയീയഭയാശ്രയാത്മനി. മത്സ്യാശ്വകച്ഛപ നൃസിംഹ വരാഹ ഹംസരാജന്യ വിപ്രവിബുധേഷു കൃതാവതാര ത്വം പാസിനസ്ത്രിഭുവനം ച യഥാധുനേഷ ഭാരം ഹര വന്ദനം ദിഷ്ട്യാംബ തേ കുക്ഷിഗത പരപുമാന്നപ്സേന സാക്ഷാൽ ഭഗവാൻ മാഭൂദ്ഭയം ഭോജപതി മുമുർഷോ ഗോപ്താ യദൂ ഭവിത ശ്രീശുവാച ഇത്യഭിഷ്ടൂയ പുരുഷം യദ്രൂപമനിതം യഥാ ബ്രഹ്മേശാനോ പുരോധായ ദേവാഃ
ഉദയയോർദിവം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ആരവംസ്യാം സംഹിതായാം ദശമേ പൂർവാർദ്ധേ ഗർഭഗത വിഷ്ണോർ ബ്രഹ്മാദിഗതസ്തുതന്നാമ ദ്വിതീയോധ്യായ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ഗോവിന്ദ പ്രഭു ഗിരിധാരി ഗോവിന്ദ ഗോപാല 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 പ്രഭു ഗിരിധാരി പ്രഭു ഗിരിധാരി ഹൃദയ വിഹാരി പ്രഭു ഹൃദയ വിഹാരി ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി ശ്യാം നാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവരും ഉറക്കെ ചൊല്ലാം ഗോവിന്ദനാമ സങ്കീർത്തനം രാധേശ്യാം 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 ശ്രീകൃഷ്ണാവതാരം എന്നുള്ള രംഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ അടുത്ത അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ ദേവകീ വസുദേവന്മാരുടെ 8ാമത്തെ പുത്രനായി ഭഗവാൻ അവതരിക്കുന്നു എന്നുള്ള രംഗം വർണ്ണിക്കാൻ പോവുകയാണ്. ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്ത ശ്രീപരീക്ഷത്തിന് സർഗവിസർഗ സ്ഥാനപോഷണ ഊതി മന്വന്തര ഈശാനകഥകളിൽ കൂടെ ഭഗവാന്റെ കൃഷ്ണാവതാര ലീലകൾ പറഞ്ഞുകൊടുക്കാനുള്ള ആ സന്ദർഭം ശ്രീശുബ്രഹ്മർഷി ഒരുക്കി കൊടുത്തു. അതുപോലെ നമുക്കും ഈ പുണ്യമായ ഭാഗവത യജ്ഞവേദിയിൽ ഈ സുന്ദരമായ നമ്മുടെയൊക്കെ ഹൃദയമാകുന്ന നടുമുറ്റത്ത് ഭഗവാന്റെ അവതാര മഹോത്സവം ആഘോഷിക്കാനുള്ള
ഏർപ്പാടുകൾ ഭഗവാൻ ചെയ്തു തന്നിരിക്കുകയാണ്. ശ്രീകൃഷ്ണാവതാര കഥകളെ പരീക്ഷത്തിൻ്റെ മുമ്പിൽ ശ്രീശുഖബ്രഹ്മർഷി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, ഗുരുനാഥ, അവിടുന്ന് എന്താ എന്നോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത്? എനിക്ക് അവിടുന്ന് കൃഷ്ണകഥകൾ പറഞ്ഞു തരുന്നത് കേൾക്കാൻ മോഹമാണ്, ഇഷ്ടമാണ് എന്നാണ്. ഓരോ കഥകൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ദാ കൃഷ്ണകഥയിലേക്ക് എത്താറായല്ലോ എന്നുള്ള ഹൃദയത്തിൻ്റെ ഒരു ത്വര, മിടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണകഥകൾ കേൾക്കാലോ എന്നുള്ള സന്തോഷത്തിലിരിക്കുമ്പോൾ അങ്ങ് എൻ്റെ മുമ്പിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ ആ കഥ പറഞ്ഞു. നവമസ്കന്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ യസ്യാനനം മകരകുണ്ടലചാരുകർണഭ്രാജൽകപോല സുഭഗം സവിലാസഹാസം നിത്യോത്സവം നതദ്രുഭു ദൃശിഭിഃ പിബന്ത്യോ നാര്യോ നരാശ്ച മുദിതാഃ കുപിതാനിമേശ്ച. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ അതിസൗന്ദര്യം, സൗന്ദര്യത്തരതോപി സുന്ദരതരം തദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ആകുന്ന ആ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞു. ആ രൂപം കണ്ടവർക്കൊക്കെ നിത്യോത്സവമായിരുന്നു, എന്നുത്സവം. ഇങ്ങനൊരു ഉത്സവം ഒരവതാരത്തിലും ഒരു കാലഘട്ടത്തിലും ഒരു യുഗത്തിലും ഉണ്ടായിട്ടില്ല. കൃഷ്ണാവതാരത്തിലായിരുന്നു നിത്യോത്സവം. ഭഗവാന്റെ രൂപാമൃതം ഇങ്ങനെ പാനം ചെയ്തവർക്ക് എന്തൊരാനന്ദമായിരുന്നു പരീക്ഷത്തെ. ദൃശിഭിഃ പിബന്ത്യോ നാര്യോ നരാശ്ച മുദിതാഃ. നാര്യോ, നാരികൾ, സ്ത്രീകൾ, നരാശ്ച, പുരുഷന്മാർ, രണ്ടു കൂട്ടരും. ഇങ്ങനെയാണല്ലോ നമുക്ക് ഭേദപ്പെടുത്തി പറയാൻ പറ്റുള്ളൂ. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് അവര് മുദിതാ കുപിതാ നിമേശ്ച, അവർക്ക് ദേഷ്യം വന്നു. സൗന്ദര്യം ആസ്വദിച്ച് ദേഷ്യം അതല്ല, ഈ കണ്ണിനെ അടയ്ക്കുക തുറക്കുക എന്നുള്ളൊരു സൂത്രം ഉണ്ടല്ലോ. എത്ര നേരം നമ്മൾ കുറേ നോക്കിയാലും അങ്ങനെ ഒന്ന് അടയ്ക്കേണ്ടി വരുമ്പോൾ ആ അടയ്ക്കുന്ന സമയത്ത് ഭഗവാന്റെ രൂപം കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുപിത, ഈ ബ്രഹ്മാവ് എന്തിനങ്ങനെ അടയ്ക്കാനുള്ള വിദ്യ വച്ചത്? നമ്മൾ പറയും അത് വലിയൊരു അനുഗ്രഹം, ഈശ്വര അതങ്ങോട്ട് ഇല്ലെങ്കിലുള്ളൊരു ബുദ്ധിമുട്ടേ. നാര്യോ നരാശ്ച, ഭഗവാന്റെ സൗന്ദര്യാമൃതം നുകർന്ന പുരുഷന്മാരും സ്ത്രീകളും അവരുടെ കണ്ണുകൾക്കുണ്ടാവുന്ന ഇമ വെട്ടുക എന്നുള്ള, അടയ്ക്കുക തുറക്കുക അടയ്ക്കുക എന്നുള്ള ആ പ്രതിഭാസത്തെ, ആ രീതിയെ അവർ ഇഷ്ടപ്പെട്ടില്ല. ബ്രഹ്മാവിനോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനൊരു വിദ്യ ഞങ്ങളുടെ കണ്ണിനുണ്ടാക്കിയത്? ഇമ വെട്ടുമ്പോൾ, ആ കണ്ണടയ്ക്കുമ്പോൾ അത്ര നേരം ഞങ്ങൾക്ക് ഭഗവാന്റെ രൂപം കാണാൻ പറ്റാതെ പോകുന്നല്ലോ എന്ന്. കുപിത, ദേഷ്യം വന്നു എന്നാണ്. സ്വതവേ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനും, പുരുഷന്റെ സൗന്ദര്യം സ്ത്രീക്കും ആസ്വദിക്കാം. എന്നാൽ ഇത് ഈ കൃഷ്ണ സൗന്ദര്യം അങ്ങനെയല്ല, പുരുഷന്മാരെയും സ്ത്രീകളെയും എന്നാണ്. സ്ത്രീകളെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പിടികിട്ടും, അപ്പൊ മനസ്സിലായി, ഇനി കൂടുതലൊന്നും പറയണ്ട. പുരുഷന്മാരെ പോലും നാര്യോ നരാശ്ച, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേപോലെ ആ സൗന്ദര്യത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. അങ്ങനെയുള്ള സൗന്ദര്യം. ഇന്നത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? അവിടുത്തെ വീര്യം,
പിന്നത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ ജ്ഞാനം, ശ്രീകൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യം, ശ്രീകൃഷ്ണ ഭഗവാന്റെ വീര്യം, ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്ഞാനം, ഇങ്ങനെ ജ്ഞാന വീര്യ സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള ഒരു വർണ്ണന ശേഷോബ്രഹ്മ ഋഷി നിർത്തിയപ്പോൾ പരീക്ഷിത്ത് പറയാം, ഹരിതേ ഗുരുനാഥ, കണ്ണൻ്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാവേണം. അവിടുന്ന് സൂര്യസോമവംശത്തിലെ രാജാക്കന്മാരുടെ കഥകൾ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിലെ ഉഭയവംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ കഥകൾ പറഞ്ഞു തന്നു. ഭഗവാന്റെ അവതാര ലീലകളും സംക്ഷിപ്തമായി എനിക്ക് പറഞ്ഞു തന്നു. പോരാ, ത്വമേത വിപുലീകരിച്ചും കൊണ്ട് എനിക്ക് പറഞ്ഞു തരണം. കാരണം എനിക്ക് അങ്ങയുടെ മുഖത്തു നിന്നൊഴുകി വരുന്നതായ ഈ ഭഗവത് കഥാമൃതം ആസ്വദിച്ചിട്ട് മതി വരുന്നില്ല. പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. ആ ഹരികഥയുടെ അമൃതുണ്ടല്ലോ, അതങ്ങോട്ട് ആസ്വദിക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോവുകയാണ്. ഒരു 4 ദിവസം മുമ്പ് ദേവന്മാർ എൻ്റെ മുമ്പിൽ കൊണ്ട് ഒരു അമൃതിന്റെ കുംഭം വെച്ച് എന്നെ പ്രലോഭിപ്പിച്ചു നോക്കി. അങ്ങയുടെ മുഖത്തിൽ നിന്ന്, അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നുയർന്നു വരുന്നതായ ഭഗവത് അമൃതത്തിൻ്റെ 7 അയലോക്കത്ത് കൊണ്ടുവയ്ക്കാൻ പോലും യോഗ്യമില്ലാത്തതാണ് ദേവന്മാരുടെ കയ്യിലിരിക്കുന്ന അമൃത് എന്ന് എനിക്ക് ബോധ്യം വന്നു. അഥവാ അവിടുന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഞാൻ ദേവന്മാരുടെ പ്രലോഭനത്തിൽ വീഴാതെ അതിനെ നീക്കിവെച്ചത് അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഹരികഥയുടെ അമൃത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുനാഥ. അത് പറഞ്ഞു തരൂ. അങ്ങയെ പോലെയുള്ള ജീവൻ മുക്തന്മാർ നിരന്തരം പാടുന്നതല്ലേ ശ്രീകൃഷ്ണ ലീലകൾ. നിവൃത്തതരിഷൈ ഉപഗീയമാനാൻ ഭവൗഷധാ ശ്രോത്രമനോഭിരാമാൻ ഉത്തമശ്ലോകഗുണാനുവാദാൽ പുമാൻ വിരജ്യേത് വിനാ അശുദ്ധാൽ. ഒരു പ്രത്യേകമായ കാര്യമാണ് നമ്മളെ ഭാഗവതം ഓർമ്മിപ്പിക്കുന്നത്. പരീക്ഷത്തിന്റെ വാക്കുകളിൽ കൂടെ ആരാ കൃഷ്ണകഥകൾ കേൾക്കാൻ യോഗ്യർ? നമ്മൾ പറയും ഞാൻ, അല്ലാണ്ട് ആരാ? ഞങ്ങൾ വന്നിരിക്കണം കണ്ടില്ലേ, പിന്നെന്താ ഈ ചോദിക്കണത് ആവശ്യമില്ലാത്തത്? നിവൃത്തതരിഷൈഹി ഉപഗീയമാനാൽ. നിവൃത്തതരിഷന്മാർ, ഈശ്വരാധീനം കൊണ്ട് ഇതിന്റെ അർത്ഥമൊന്നും നമുക്കറിയില്ല. രക്ഷപ്പെട്ടു. നിവൃത്തതരിഷൈഹി, ഒരാഗ്രഹങ്ങളും ഇല്ലാത്തവർ. മനസ്സിലായി? ഇനി കൂടുതലൊന്നും പറയരുതേ, ഞങ്ങളെ വിഷമത്തിലാക്കല്ലേ. നിവൃത്തതർ, ഒരാഗ്രഹമില്ലാത്തവർ, ഒരാശകളുമില്ലാത്തവർ, അവരാണ് കൃഷ്ണകഥകൾ കേൾക്കാൻ യോഗ്യര് എന്ന് പറഞ്ഞാൽ നമ്മളോടൊക്കെ പരീക്ഷിത്ത് പറയാതെ പറയാണ്, എനിക്ക് പൊക്കൂടെ പോയി വല്ല പരസ്പരോ വല്ലതും പോയി കാണും. നിവർത്തതരിഷൈഹി, ഒരാഗ്രഹമില്ല. കാരണം ഏത് തരത്തിലുള്ള ആഗ്രഹമുണ്ടായതും അത് മനസ്സിന്റെ സ്വസ്ഥതയെ കെടുത്തും. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. ആശ ദുഃഖമാണ്, ആഗ്രഹം ദുഃഖമാണ്.
നൈരാശ്യം, ഒരാഗ്രഹങ്ങളും ഇല്ലാതിരിക്കലാണ് ഏറ്റവും സുഖം. എന്തേ ഉറക്കത്തിൽ ഇത്ര സുഖം? ഒരാശയില്ല. ഉറക്കത്തിനും കൂടെ അങ്ങോട്ട് ആശ വരാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ എവിടെ കൊണ്ടിടേണ്ടി വരും? ആലോചിച്ച് നോക്കൂ. ഈശ്വരൻ അറിയാതെ എന്നും എപ്പോഴും നമുക്ക് ഈ ബ്രഹ്മാനന്ദം എന്നുള്ളത് തന്നു വച്ചിട്ടുണ്ട്. കാരണം ആശയുടെ പിടിയിൽ അമർന്നാൽ, നമ്മൾ രാവിലെ പറഞ്ഞുവല്ലോ, ഉഷസ്സിലങ്ങോട്ട് തുടർന്നാൽ പ്രദോഷം വരെ കർമ്മത്തിന്റെ പിന്നാലെ ഓടുകയാണ്. എവിടെ സുഖം? അങ്ങനെ കർമ്മം ചെയ്യിപ്പിച്ച് ഭഗവാൻ വിളിക്കും, വാ ഇങ്ങോട്ട് വാ, ഉണ്ണി വാ എന്നും പറഞ്ഞ അമ്മ ഉണ്ണിയെ വിളിക്കുന്നത് പോലെ കർമ്മം കഴിഞ്ഞാൽ ഈശ്വരനാകുന്ന മാതൃത്വം നമ്മളെ വിശ്രമത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അറിയാതെ ഈ ബ്രഹ്മാനന്ദം നൽകുന്നു. സത്യത്തില് ഈ ഉറക്കം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ബ്രഹ്മാനന്ദം. അതുകൊണ്ടാണ് ഉറങ്ങണവരെ വിളിക്കരുത് എന്ന് പറയാൻ കാരണം. ഉറങ്ങ എന്ന് പറയുമ്പോൾ ബ്രഹ്മാനന്ദത്തിന് വിഘ്നം വരുത്തുകയാണ്. ഒരു ബ്രഹ്മാനന്ദത്തിലാണെന്ന് പറയുന്നത്. പക്ഷെ അത് ബ്രഹ്മത്തിനോട് ചേർന്നിരിക്കുന്നു താൻ എന്നുള്ള ബോധം കുറച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഉറക്കം ബ്രഹ്മാനന്ദാണെന്ന് അപ്പൊ പറഞ്ഞു വരണേ. ഉറക്കം ബ്രഹ്മാനന്ദം ആണെന്നല്ല, ഉറക്കത്തിൽ അനുഭവിക്കുന്നത് ബ്രഹ്മാനന്ദാണെന്നാണ്. ഉറക്കം ബ്രഹ്മാനന്ദ എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം എന്നാ നാളെ പോകുമ്പോൾ ഇത്തിരി ഉറക്കം കൂടെ കൊണ്ടുവരും കേട്ടോ, എനിക്കത് വേണ്ട, എനിക്ക് സപ്താഹത്തിന് പോയ ഉറക്കം കിട്ടാം. എല്ലാ കർമ്മത്തിൽ നിന്നും വിടുതൽ വന്ന് നാം ആ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരാഗ്രഹങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കൂ. ശ്രീശുകനെ പോലെയുള്ള മഹാത്മാക്കൾ ഒരാഗ്രഹങ്ങളും ഇല്ലാത്തവർക്ക് മാത്രം പാടാനും കേൾക്കാനും യോഗമുള്ള ഒന്നിനെയാണ് ആശകളുടെ നടുവിൽപ്പെട്ട് നഷ്ടം തിരിയുന്ന നമ്മളോടും ഭാഗവതം കുഴപ്പമില്ല, കുറച്ചൊക്കെ കേട്ടോളൂ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ ആശയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, കേൾക്കൂ കേൾക്കൂ എന്നും പറഞ്ഞു തരുന്നു. സത്യത്തിൽ നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഇത്തിരി ഭാഗ്യമുള്ളവരാണ്, മറ്റുള്ളവരെക്കാൾ ഇത്തിരി ഗ്രേഡ് കൂടിയവരാണ്, നിങ്ങൾക്ക് ഭാഗവതമൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട്, ഭാഗവതമൊക്കെ അങ്ങനെ വായിക്കുന്നുണ്ട്, സത്സംഗമൊക്കെ കിട്ടുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള അഭിമാനവും നമുക്കുണ്ട്. എന്നാൽ പരീക്ഷത്ത് പറയാ, അവർക്കുള്ളതൊന്നും അല്ലേ, ഈ അഭിമാനികൾക്കുള്ളതൊന്നും അല്ലാതെ യാതൊരു കൃഷ്ണ തത്വം അറിയണോ, കൃഷ്ണ അനുഭവം വേണോ, ആഗ്രഹങ്ങളെ വെടിയൂ എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും വിട്ടിരുന്ന് കേൾക്കാൻ സാധിക്കും. ഇതൊരു സുഖം. പലപ്പോഴും നമ്മൾ കേൾക്കണം എന്താ, എപ്പോഴാ കഴിയാ, തുടങ്ങിയിട്ടില്ല, എപ്പോഴാ കഴിയാന്ന്. നമുക്ക് നമ്മളേതായിട്ടുള്ള സമയം, ദിവസം, ഇന്നത്തെ പരിപാടികൾ, 5 മണിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോവുക, 5:30 അവിടെ നിന്ന് ഇറങ്ങുക, പറ്റിങ്ങ് ഇറങ്ങുക, 6 മണിക്ക് അവിടെ എത്തുക, 1 മണിക്കൂർ കേൾക്കുക, അത് കഴിഞ്ഞാൽ മടങ്ങുക, അത് കഴിഞ്ഞാൽ വീട്ടിലെത്തുക, അത് കഴിഞ്ഞാൽ കൂട്ടിക്കിടക്കുക, അത് കഴിഞ്ഞാൽ പുറത്ത് ചാടുക, എന്തൊക്കെയാ നിശ്ചയിച്ച് വെച്ചേക്കണതല്ലേ. നമ്മളുടെ സമയത്തിന് കേൾക്കാനായിട്ടാണ് ഭാഗവതത്തെ വെച്ചിരിക്കുന്നത്. നാം കേൾക്കാൻ പോകുമ്പോൾ, ഞാൻ കേൾക്കാനാണ് പോകുന്നത്, എപ്പോഴാണ് എനിക്ക് ഭഗവാൻ അത് കേൾപ്പിച്ചു തരണം, അതുവരെ ഞാൻ ഇരിക്കും. ഞാൻ സമയത്തെക്കുറിച്ച് ബോധവാനല്ല, സമയത്തെക്കുറിച്ച് നിൽക്കില്ല. കാലദേശാവധിഭ്യനാണ് ഗുരുവായൂരപ്പൻ എന്ന് മേൽപ്പത്തൂര് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ആ നിലയ്ക്കിരുന്ന് കേൾക്കും. എപ്പോഴാച്ചായിക്കോട്ടെ. സാധിക്കും. അവതാര സമയം കൃത്യമായിട്ട് പറഞ്ഞു, നിർത്തിയില്ല.
നിവർത്തതരിഷൈഹി, യാതൊരു ആഗ്രഹങ്ങളുമില്ലാതെ യാതൊരു ഉല്ലാപ്പുകളുമില്ലാതെ മനസ്സിനെ ശുദ്ധമാക്കി കേൾക്കൂ. അപ്പോഴേ ഇത് കിട്ടൂ. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ മഹാകാരുണ്യം എന്ന് മാത്രമേ കരുതൂ. എൻ്റെ മിടുക്ക്, ഞാൻ നിശ്ചയിക്കുന്നത് പോലെ എൻ്റെ ഇച്ഛപ്രകാരം ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെയല്ല, ഈശ്വരൻ. പാവം കർമ്മത്തിൽ കിടന്ന് കർമ്മഗ്രാഹത്തെ പിടിച്ചു കിടക്കുന്ന അവന് എപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ലോ, എന്നാൽ കുറച്ച് കൊടുക്കുക, അവൻ്റെ സൗകര്യത്തിന് നിന്ന് കൊടുക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഇത് തിരിച്ചറിഞ്ഞ് ഇതൊക്കെ മാറ്റിവെച്ച് സ്വതന്ത്രമായിട്ട് വരും. ആര് വന്ന പോലെ? പരീക്ഷിത്ത് വന്നതുപോലെ. പരീക്ഷിത്ത് അങ്ങനെയാണ്, എല്ലാം വിട്ടങ്ങോട്ട് വന്നിരുന്നു. അതുകൊണ്ട് പരീക്ഷത്തിന് പറയാം, ചങ്കൂറ്റത്തോടു കൂടി പറയാം, ഉറപ്പിച്ചു പറയാം, എന്ത്? ആർക്കാ കൃഷ്ണകഥകൾക്ക് അവകാശം എന്ന്. അങ്ങനെ യാതൊരു ആഗ്രഹങ്ങളുമില്ലാത്ത ഗുരുനാഥ, അങ്ങയെപ്പോലെയുള്ള മഹാത്മാക്കൾ നിരന്തരം സംസാര ദുഃഖങ്ങൾ തീരാനുള്ള ഔഷധം എന്നുള്ള കണക്കെ ഈ കൃഷ്ണകഥകളാകുന്ന പീയൂഷം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിൽ ഒരെറ്റെങ്കിലും ഞങ്ങൾക്ക് വീഴ്ത്തിത്തരൂ, ജീവിതം ധന്യമാകാം. അതല്ലാതെ വേറൊരു വഴിയും ഞങ്ങൾ കാണുന്നില്ല. കൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ കുടുംബത്തിനോട് കാണിച്ച കാരുണ്യം ഞാൻ പറയാതെ തന്നെ അങ്ങേക്കറിയാലോ. എങ്കിലും ഞങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ഒന്ന് പറയട്ടെ. പിതാമഹാമേ സമരേ മരഞ്ജയ ദേവവ്രതാദ്യാധിരഥൈസ്തിമിംഗലൈഃ ദുരത്യയം കൗരവസൈന്യസാഗരം കൃത്വാദരൻ വത്സപദം സ്മയൽപ്ലവാഹ. എൻ്റെ മുത്തശ്ശനായ അർജുനൻ പറഞ്ഞിട്ടുണ്ട്, ഉണ്ണി, പരീക്ഷത്തെ വിഷ്ണുരാധ അറിയോ? കൗരവ സൈന്യസാഗരം മഹാഭാരത യുദ്ധത്തിന് ഒരുമ്പെട്ട് ഞങ്ങൾ ചെന്നപ്പോൾ മുത്തശ്ശൻ കാണുന്നതാണെന്നറിയോ? മുത്തശ്ശൻ പേരക്കുട്ടിയോട് പറഞ്ഞു കൊടുക്കണ പോലെയാണ് അർജുനൻ പറഞ്ഞു കൊടുക്കുക. വിഷ്ണുരാധ, പരീക്ഷത്തെ നിനക്കറിയോ? എന്താ സാഗരമായിരുന്നു അവിടെ, കൗരവ സൈന്യ സാഗരം. അപ്പൊ പരീക്ഷത്ത് വയ്ക്കും, മുത്തശ്ശ, കടലൊക്കെ ആവുമ്പോ തിമിംഗലങ്ങൾ ഉണ്ടാവില്ലേ? ആ, തിമിംഗലുണ്ടായിരുന്നു. കൗരവ സൈന്യ സാഗരത്തിലും തിമിംഗലങ്ങൾ ഉണ്ടായിരുന്നു. ഏത് തിമിംഗലം? ഭീഷ്മർ, ദ്രോണർ, കൃപര്, ദേവവ്രതാദ്യാധിരഥൈ തിമിംഗലൈഃ. തിമിംഗലങ്ങള് അതിനേക്കാൾ താഴെയുള്ള മത്സ്യങ്ങളെ പിടിച്ചു തിന്നും. ഭീഷ്മരെ പോലെയുള്ള തിമിംഗലെന്നാണ്. ആ തിമിംഗലത്തെ ആർക്കും വേട്ടയാടി നശിപ്പിക്കാൻ പറ്റില്ല. അത് സ്വയം നശിക്കണമെന്ന് വിചാരിച്ചാൽ മാത്രമേ നശിക്കൂ. സ്വച്ഛന്ത മൃത്യു വരമായി ലഭിച്ച ഭീഷ്മരെ ആർക്കും കൊല്ലാൻ പറ്റില്ല. അദ്ദേഹം വിചാരിക്കണം, ഭാരതം വായിച്ചവർക്ക് മനസ്സിലാവും, അദ്ദേഹം സ്വയം മരിക്കാൻ തയ്യാറായി തന്നെ എങ്ങനെയാണ് വീഴ്ത്തേണ്ടത് എന്ന് അർജുനന് പറഞ്ഞു കൊടുത്തു. ശിഖണ്ഡിയെ മുൻനിർത്തിയും കൊണ്ട് യുദ്ധം ചെയ്ത് നിനക്ക് എന്നെ വീഴ്ത്താം. അങ്ങനെ ഭീഷ്മരെ കൊണ്ട് പറയിപ്പിക്കാൻ അർജുനനെ അവിടെ എത്തിച്ചത് ശ്രീകൃഷ്ണന്റെ നയതന്ത്രമാണ്. അത് ഭീഷ്മർക്ക് മനസ്സിലായി. അങ്ങനെയുള്ള ആ കൗരവ സൈന്യ സാഗരം പരീക്ഷത്തെ, ഉണ്ണി, വിഷ്ണുരാധ, പേരക്കുട്ടി, ഞങ്ങൾ കടന്നുപോയത് എങ്ങനെയാണെന്ന് അറിയോ? വത്സപദം സ്മയൽ പ്ലവാഹ. ഒരു പശുവിന്റെ കുളമ്പടി അല്ലല്ല, വത്സപദം എന്ന് പറഞ്ഞ പൈക്കുട്ടി. ഒരു പശുക്കുട്ടിയുടെ കുളമ്പടിയുടെ താഴെ എത്ര വെള്ളം കാണും? ആ വെള്ളം കടന്നു പോകാൻ നമ്മൾ കപ്പൽ വിളിക്കുമോ? ഒരു കപ്പൽ വിളിക്കും. ഇതങ്ങോട്ട് കടന്നു പോകാനേ. വത്സപദം, ഒരു പശുക്കുട്ടിയുടെ കുളമ്പടിയിൽ എത്ര ജലമുണ്ടോ അതിനെ കവച്ചു വെച്ചു പോകാനുള്ള, ഏത് കുട്ടിക്ക് പോലും കവച്ചു വെച്ചു പോകാനുള്ള കഴിവുള്ളതുപോലെ കൗരവ സൈന്യ സാഗരത്തെ, ഈ വൻ കടലിനെ
ഞങ്ങൾ തരണം ചെയ്ത് ആരുടെ കൃപ കൊണ്ടാണ്? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച കൃഷ്ണായ വാസുദേവായ ദേവകീ ജീവിതത്തിൽ എത്രയോ ഇതുപോലെയുള്ള സമാനമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തളർന്നു പോകുന്ന, വീണു പോകുന്ന, തളർന്ന് വീണാൽ എഴുന്നേറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിതത്തിലെ വീഴ്ചകളിൽ നിന്ന് ഇന്ന് നമ്മൾ ഇതിൻ്റെയൊക്കെ മുമ്പിൽ പറയാം. നമുക്ക് ഭാഗവതത്തിൻ്റെ മുമ്പിൽ, കൃഷ്ണകഥകളുടെ മുമ്പിൽ, ഭഗവാന്റെ നാമത്തിൻ്റെ മുമ്പിൽ, സത്സംഗത്തിൻ്റെ മുമ്പിൽ, ദിവ്യക്ഷേത്രങ്ങളുടെ മുൻപിൽ, പ്രകൃതിയുടെ സുന്ദരമായ ഭാവങ്ങളുടെ മുമ്പിൽ ഒക്കെ നമ്മൾ നിൽക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെയൊന്നും നിൽക്കാൻ കൽപ്പില്ലാത്ത വിധത്തിൽ തളർന്നുപോയവരാണ് നാം. ആരെ നമ്മളെ ഉയർത്തിപ്പിടിച്ചത്? അർജുനൻ പറഞ്ഞതുപോലെ യത്കിഞ്ചിൽ പുരുഷം പുംസാം കൃഷ്ണാനുകമ്പിതം കൃഷ്ണാനുകമ്പിതം കൃഷ്ണാനുകമ്പിതം. നാം തളർന്നപ്പോൾ തളരരുത് ഉണ്ണി, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ, ഞാനുണ്ടല്ലോ തളരരുത്. ഇത് താൽക്കാലികമാണ്. ഈ ദുഃഖം ഉണ്ണി ശാശ്വതമല്ലേ? താൽക്കാലികമാണ്. മറന്നേക്കൂ, മറഞ്ഞു മാച്ചുകളയൂ, ഉള്ളിൽ നിന്ന് മാച്ചുകളയൂ, മറന്നുകളയൂ എന്നും പറഞ്ഞ് നമ്മുടെ ഉള്ളിലെ, ഹൃദയത്തിലെ, നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ച വേദനകളെ ഭഗവാൻ തന്നെ നീക്കിക്കളഞ്ഞ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടില്ലേ? അർജുനന്റെ അനുഭവം തന്നെയാണ്. നല്ലവണ്ണം ആലോചിച്ചാൽ നമുക്കും ഈ ജീവിതമാകുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാൻ പകർന്നു തന്നിട്ടുള്ളത്. പക്ഷേ ആ നിമിഷങ്ങളെ ഓർക്കാനോ ഭഗവാൻ കരുത്തായി ഉള്ളിലിരുന്നും കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചതൊന്നും നമ്മളത്രയും വില കൊടുത്തു കാണാതെ അങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ തള്ളിക്കളയുന്നു. എത്രയോ ജനകോടികൾ ഭാഗവതത്തിന്റെ ഈ മുഖ്യമായ ദർശനം സ്വീകരിച്ചും കൊണ്ട് ഇന്നും ഭഗവാനിൽ സർവ്വതും സമർപ്പിച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് പരീക്ഷിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാൻ. ഇതെൻ്റെ മുത്തശ്ശൻ്റെയും വലിയ മുത്തശ്ശൻ്റെയും ചെറിയ മുത്തച്ഛൻ്റെയും ആ കുടുംബത്തിൻ്റെയും ഒക്കെ കഥയാണെങ്കിൽ ഞാൻ എൻ്റെ കഥ പറയട്ടെ. ദ്രൗണ്യസ്ത്രവിപ്ലുഷ്ടമിതം മതംഗം സന്താനബീജം കുരുപാണ്ഡവാനാം ജുഗോപകുക്ഷിം ഗത ആത്മചക്രോ മാതുശ്ച മേ ശരണം ഗതായ. കുരുപാണ്ഡവ യുദ്ധമെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അതാ അശ്വത്ഥാമാവ് ഉത്തരാഗർഭത്തിന്റെ നേർക്ക് ബ്രഹ്മാസ്ത്ര പ്രയോഗം നടത്തിയിരിക്കുന്നു. ലോകമെന്ത്, ജനനമെന്ത്, ജീവിതമെന്ത് എന്നൊന്നും അറിയാത്ത ആ ഒരവസ്ഥ. സന്താനബീജം, സന്താനം എന്ന് പറയാൻ ആയിട്ടില്ല, അതുകൊണ്ടാണ് പിന്നെ ബീജം എന്ന് പറഞ്ഞത്. ആ അവസ്ഥയിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുകയാണ്. എന്റെ കുടുംബത്തോടും പൂർവികരോടുമുള്ള പക എട്ടും പൊട്ടും ഒന്നും അറിയാത്ത എന്റെ നേർക്കാണ് ആ ദ്രൗണി, ആ അശ്വത്ഥാമാവ്
പ്രയോഗിച്ചത്. വിളിക്കാനോ കരയാനോ പറയാനോ ഒന്നും പാകമല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന എന്നെ രക്ഷിക്കാൻ അന്ന് അമ്മ ഭഗവാന്റെ അടുത്തേക്ക് ഓടിയിട്ടുണ്ട്. അമ്മ തന്നെ അത് എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിരിക്കുന്നു. പാഹി പാഹി മഹായോഗി ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം നാന്യം ത്വദഭയം. വേറെ ആൾ അഭയം നൽകാനില്ല. കൃഷ്ണ കൃഷ്ണ ദേവദേവ ജഗന്നാഥ 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 ഉറക്കെ വിളിച്ചും കൊണ്ട് പാഹി പാഹി. 2 പ്രാവശ്യമാണ് ഉത്തരാദേവി പാഹി പാഹി എന്ന് പറഞ്ഞത്. പാഹി പരിപാലിക്കൂ എന്ന് പറഞ്ഞാൽ പോരെ, 2 പ്രാവശ്യം പറഞ്ഞു പാഹി പാഹി. നമ്മളൊരു കാര്യം 2 പ്രാവശ്യം പറഞ്ഞു, ഒന്നല്ലെങ്കിൽ അറിയാണ്ട് പറയും, ഇല്ലെങ്കിൽ ഭ്രമിച്ച് പറയും. പരിഭ്രമം വന്ന അപ്രതീക്ഷയായിട്ട് വീട്ടിലേക്ക് ഒരാൾ കയറി വന്ന വരൂ 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 എന്ന് പറഞ്ഞാൽ വരും, വരൂ 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 തുടർച്ചയായിട്ട് പറയും. ഇവിടെ അല്പം ഭയം ഉണ്ടായിരുന്നു, ഇല്ലാണ്ടല്ല, പക്ഷെ അറിഞ്ഞു തന്നെയാണ്. പാഹി പാഹി മഹായോഗി ദേവദേവ ജഗൽപദേ. 2 പ്രാവശ്യം രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ സത്യമാക്കി. ഇവിടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും തുടർന്ന് തക്ഷകന്റെ ആ ദംശത്തിൽ നിന്നും രക്ഷിച്ചു. പാഹി പാഹി. പരീക്ഷത്തിനെ സംബന്ധിച്ച് തക്ഷകൻ കടിക്കുന്നുമില്ല. എന്തുകൊണ്ട്? പണ്ടേ ഉത്തരാദേവി പ്രാർത്ഥിച്ചിരിക്കുന്നു, ഭഗവാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി തക്ഷകന്റെ വായെ കയറി പരീക്ഷിച്ചിരുന്നാലും പല്ല് സ്വയം അമർത്തിയാലും കാളിയമർദ്ദനമാടിയ കണ്ണൻ പണ്ടേ നിശ്ചയിച്ചിരിക്കുന്നു രക്ഷിക്കുന്നത്. പിന്നെ ഭയപ്പെടാനുണ്ടോ? ഇതാണ് ഭക്തന്റെ ഉറപ്പ്. ഭഗവാൻ അങ്ങടെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉത്തരയുടെ വാക്ക് സത്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും തക്ഷകന്റെ ആ വിഷത്തിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചിരിക്കുന്നു. ഈ രക്ഷകൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതിനെന്തിനാ നാം ഭയപ്പെടുന്നത്? ഉണ്ടെങ്കിൽ എന്നല്ല, ഉണ്ട് എന്നാ പറയേണ്ടത്. എന്തെത്ര ഉറപ്പ്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവഥാത്മയം നിർവിഘ്നേനൈവ കർത്തവ്യ നാസോഹം തവ കേശവ. ശ്രീമദ് ഭാഗവത രൂപത്തിൽ ശ്രീകൃഷ്ണൻ നമ്മുടെ മുൻപിൽ നമുക്കൊക്കെ എടുക്കാൻ പാകത്തില് മുമ്പിലുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടുന്നത്? അപ്പൊ പരീക്ഷിത്ത് തന്റെ അനുഭവം പറഞ്ഞു, തന്റെ കുടുംബത്തിന്റെ അനുഭവം പറഞ്ഞു. ശേഷബ്രഹ്മർഷിയെ പോലെയുള്ള മഹാത്മാക്കളാണ് കൃഷ്ണകഥകൾ പറയാനും കേൾക്കാനും ഒക്കെ യോഗ്യര് എന്നുകൂടെ കാണിച്ചു. ഈ 3 ശ്ലോകങ്ങളുടെ അർത്ഥം സാമാന്യേന മനസ്സിലാക്കിയാൽ തന്നെ കൃഷ്ണാവതാര ലീലകളുടെ പൂർണ്ണത നമുക്ക് അനുഭവപ്പെടും. പക്ഷെ പലപ്പോഴും നമ്മൾ കൃഷ്ണാവതാരം എന്ന് പറയുന്നത് തിരക്കാ. കൃഷ്ണന് ജയിലിൽ നിന്ന് അമ്പാടിയിലേക്ക് ഓടിപ്പോകാനുള്ള തിരക്ക് പോലെ നമ്മുടെയൊക്കെ തിരക്ക്. കഴിയാറിയോ? കഴിഞ്ഞോ? എപ്പോഴാവുക? ഈ തിരക്കിന്റെ ഇടയിൽ, കൃഷ്ണാവതാര മഹോത്സവ തിരക്കിന്റെ ഇടയിൽ നമുക്ക് ഇത്തരത്തിലുള്ള സച്ചിന്തകൾ ഭാഗവതത്തിന്റെ പറഞ്ഞു തന്നവരുടെ വാക്കുകളിൽ നിന്ന് അടർത്തിയെടുത്ത് നമ്മുടെ ഹൃദയത്തോടും ബുദ്ധിയോടും മനസ്സിനോടും ചേർത്ത് വയ്ക്കാൻ
ഇപ്പോഴും പറ്റിയിട്ടില്ല. അതാ രസം. കാര്യമൊക്കെ എൻ്റെ 150ാമത്തെ സപ്താഹമൊക്കെയാണ്. പക്ഷേ ഇതൊന്നും ചേർന്ന് ചെന്നിട്ടില്ല. കാരണം നമ്മളുടെയൊക്കെ ശ്രദ്ധ ഈ ബാഹ്യപരമായിട്ട് മാത്രം ഒതുങ്ങിപ്പോകും. എന്തുകൊണ്ട് നമുക്ക് ബാഹ്യമായ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആചാര്യന്മാർ അനുവദിച്ചു തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണിക്കണ്ടതൊന്നും ആഘോഷിക്കേണ്ട, ഭഗവാന്റെ മഹോത്സവം ആഘോഷിക്കുക. അതിലൊരു രുചിയും താല്പര്യവും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തി ഭഗവാനെ മുറുകെ പിടിക്കും. ഭഗവാനെ മുറുകെ പിടിച്ചാൽ കൂടുതൽ ചിന്തകൾ വരും. അങ്ങനെ ക്രമേണ 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 കയറിപ്പോകും എന്നുദ്ദേശിച്ചിട്ടൊക്കെ ആണ് തന്നത്. പക്ഷേ നമ്മളിപ്പോഴും എന്താ പറയാ, LKG-യിലാണ്. ഭാഗവതം കേൾക്കാനൊക്കെ തുടങ്ങിയിട്ടും പറയാനൊക്കെ തുടങ്ങിയിട്ടും 25 വർഷമൊക്കെ കഴിഞ്ഞു. നല്ലത് കേൾക്കാം. ഇപ്പോഴും എവിടെയാ? ഇപ്പോഴും LKG. നല്ല ജയാണല്ലോ. 25 കൊല്ലമായിട്ട് LKG-യിലാണ്. നമ്മൾ സ്വയം വിമർശിക്കേണ്ട സമയമാണ്, സ്വയം തിരിച്ചറിയേണ്ട സമയമാണ്. ഉണരണം, ഉണരണം, ഉണരണം. ഭാഗവത ചിന്തകളിൽ കൂടെ ഉണർന്ന് അങ്ങ് എത്തിച്ചേരണം. പ്രഥമസ്കന്ധത്തിൽ തുടങ്ങി ഏകാദശ സ്കന്ധത്തിന്റെ മുകളിൽ ആ കൊടിമുടിയുടെ ജ്ഞാനക്കൊടിമുടിയുടെ മുകളിൽ ചെന്നെത്തിയതുപോലെ നമുക്കും എത്തിച്ചേരാൻ സാധിക്കണം. ഭാഗവതത്തിന്റെ ശ്ലോകങ്ങളുടെ നിരന്തര മനനം, ചിന്തനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതിന് ഭാഗത്തിനാണ് ശ്രീശബ്രഹ്മർഷിത ഇവിടെ നമുക്ക് ചിത്രീകരിച്ചു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കൃഷ്ണാവതാരത്തിലേക്ക് കടക്കാം. പരീക്ഷത്തിനെ അഭിനന്ദിച്ച് ശ്രീശബ്രഹ്മർഷിത മധുരാപട്ടണത്തെ പരിചയപ്പെടുത്തി തരുന്നു. നമുക്ക് ദേവകി വസുദേവന്മാരുടെ വിവാഹം കഴിഞ്ഞ് കൊണ്ടുപോകുന്ന സമയത്ത് കംസൻ ദേവകിയെ വധിക്കാൻ ഒരുമ്പെടുന്നു. ദേവകിയെ രക്ഷിക്കുന്നു വസുദേവര് തൻ്റെ ആ വാക്കുകളെ കൊണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പറയേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പറയാൻ തോന്നുകയും ചെയ്തു. അത് സ്വീകരിക്കാൻ കംസന് തോന്നുകയും ചെയ്തു. ദേവകിയെ രക്ഷിച്ചു. ദേവകിക്ക് പിറന്ന 6 കുഞ്ഞുങ്ങളെ കംസൻ തൻ്റെ ശത്രുക്കളാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവരൊക്കെ വധിച്ചു. പിന്നീട് ദേവകി വസുദേവന്മാരെ ജയിലിലിട്ടു. മാത്രമല്ല ചോദ്യം ചെയ്ത ഉഗ്രസേന മഹാരാജാവിനെ നേരത്തെ തന്നെ ജയിലിലിട്ട് അധികാരം, അച്ഛാ പൈസ ഇല്ലേ, ഇനിയിപ്പോൾ എന്തിനാ അതൊക്കെ, പോയി അവിടെ കിടക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ജയിലിൽ കൊണ്ട് കിടത്തി അധികാരം തട്ടി അങ്ങോട്ട് എടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം രാജ്യം ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മധുരയിലെ ജനങ്ങൾ മുഴുവൻ കംസന്റെ ദുഷ്ടഭരണം കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ദേവന്മാരെ പ്രാർത്ഥിച്ചു, ഭഗവാനെ വൈകിക്കരുതേ. അപ്പോഴാണ് ഭഗവാൻ വേഗം വരാനമ്പക്കാവിൽ അമ്മയെ വിളിച്ചത്. ഗച്ഛദേവി വ്രജം ഭദ്രേ. നമ്മളിങ്ങനെ പറഞ്ഞ അപ്പൊ അന്നുണ്ടോ വരാനമ്പറ്റ ദേവി? ഓ, അമ്മ എന്നേണ്ട്. അടുത്ത കാലത്തൊരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാവുന്നൊരു പേരിട്ട് വിളിക്കാത്തേ ഉള്ളൂ. ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോഭിരലങ്കൃതം രോഹിണി വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ. ദേവി ഭദ്രേ ഭദ്രേ വിളിക്കുകയാണ്. ആ വിളിയിൽ തന്നെ എന്തൊരു ഭാതസ്നേഹ. പത്മനാഭ സഹോദരി, എന്താ ജ്യേഷ്ഠ എന്നും പറഞ്ഞുകൊണ്ട് ദേവരുണു സഹോദരി. ഗച്ഛദേവി, ദേവി ചെല്ലു. പോയിട്ട് മധുരയിൽ ചെന്ന് ദേവകിയിൽ നിന്ന് ആ 7ാമത്തെ ഗർഭത്തെ സന്നികൃഷ്യ. എന്നിട്ടോ രോഹിണ്യാവുതരേ സന്നിവേശ. അവിടുന്ന് എടുത്തിട്ട് ഇപ്പൊ എന്താ ഭദ്രയോട് പറയണത്? ഡോക്ടർ ഭദ്രയോട് പറയാണ്, ഭദ്രേ, ഡോക്ടർ ഭദ്രേ, നീ രോഹിണി ദേവകിയിൽ നിന്നെടുത്ത് അത് കൊണ്ടുപോയി നേരെ യശോദയുടെ ഗർഭത്തിൽ, രോഹിണി ഗർഭത്തിലേക്ക് സന്നിവേശയ. അവിടെ അപ്പൊ എന്തുണ്ടാവും? ദേവകിയുടെ 7ാമത്തെ ഗർഭം ധരിച്ചത് ദേവകി, പ്രസവിച്ചതോ രോഹിണി. കേട്ടോ,
ഈ ഏർപ്പാടൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പൊ അത്ര പരിഷ്കാരമായിട്ട് തുടങ്ങിയിട്ട് എന്നാലും ഉണ്ട്. നിന്നെടുക്കുക, വേറെ നിൽക്കൊണ്ടിടുക, അവിടെ നിൽക്കുക. അതിന് വികാസം പോരാ, വളർച്ച പോരാ, എന്താ പ്രത്യേകില്ല. തൽസന്നികൃഷ്യരോഹിണ്യാ ഉദരേ സന്നിവേഷേ. ദേവി ചെയ്യേണ്ടത് ഇത്രമാത്രം. ദേവകിയിൽ നിന്നെടുത്ത് രോഹിണിയിലേക്ക് അത് മാറ്റിക്കെടുത്ത. എന്നിട്ടോ ദേവി യശോദയുടെ മകളായിട്ട് അവിടെ പിറക്കാം. അപ്പൊ എനിക്കിവിടെ അവതരിക്കാൻ സമയം കിട്ടും. ഇല്ലെങ്കിൽ ഇത് പ്രസവിച്ച കംസൻ ഇതിൻ്റെ അടുത്ത് വന്ന് ചെയ്തതൊക്കെ വേണം എനിക്ക് വരാൻ. അതിനൊന്നും സമയമില്ല. കംസനാച്ച അവിടെ ദുഷ്ടത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. അതുകൊണ്ട് വേഗം ചെയ്യണം. മാത്രമല്ല ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ദേവിയെ സേവിക്കും മനുഷ്യര്. അർച്ചിസ്യന്തി മനുഷ്യാസ്ത്വം സർവകാമവരേശ്വരി ധൂപോപഹാരവലിഭി സർവകാമവരപ്രദ. ദേവിയെ എല്ലാവരും സേവിക്കാൻ തുടങ്ങും, യാതൊരു സംശയമില്ല. നാമധേയാനി കുർവന്തി സ്ഥാനാനി ചന്ദ്രാഭുവി ദുർഗേ ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച മായാ നാരായണി ഈശാനി ശാരദേ അംബികേ സിന്ദൂരാരുണ വിഗ്രഹാന്തൃനയനം മാണിക്യമൂലസ്വരത്താരാനായകശേഖര സ്മിതമുഖി. എത്ര രീതിയിലാ അമ്മയെ ഇനി വിളിക്കുക. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത. യാ ദേവി സർവഭൂതേഷു മായാരൂപേണ സംസ്ഥിത. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. എന്തൊക്കെ നാമങ്ങൾ ദേവിക്ക് കൽപ്പിച്ച് ധൂപോപഹാരബലിഭി സർവവിധത്തിലുള്ള പരിവാരങ്ങളോടും കൂടി അമ്മയെ സേവിക്കും. ലോകൈക ജനനിയായ അവിടുന്ന് എന്ത് ചെയ്യണം? എല്ലാവരെയും അനുഗ്രഹിക്കുക. നമുക്കതിൻ്റെ പ്രകടിത രൂപം ഇനി നമുക്ക് നാളെ കേൾക്കാം. ഗോപസ്ത്രീകള് വൃശ്ചികമാസം 1-ാം തീയതി ഗോപികമാരവരെല്ലാം കൊണ്ടൊരു ദേഹം ചേർത്താൻ്റെ പാട്ടിക്കുന്നേ. ഗോപികമാരാണ് കാത്യായനി പൂജ എന്നുള്ള ആ പൂജ ആരംഭിച്ചത്. നന്ദഗോപസുതം ദേവി പതിമേ കുരു കാത്യായനി മഹാമായേ മഹായോഗിനധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു. ദേവിക്ക് ഇതൊക്കെയാണ് കേട്ടപ്പോൾ സന്തോഷമായി. ദേവി അവിടെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. പിന്നെ എത്ര പേരാ കിട്ടിയത്. നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാഭുവി. എല്ലാ സ്ഥലത്തും അമ്മയ്ക്ക് പരിയാനംപറ്റ കാവിലമ്മയായിട്ടും പൂക്കോട്ട് കാവിലമ്മയായിട്ടും തിരുമന്ധാങ്ങുന്നമ്മയായിട്ടും കുന്നമ്മിലമ്മയായിട്ടും ഉത്രത്തിക്കാവിലമ്മയായിട്ടും ചൊറ്റാനിക്കരമ്മയായിട്ടും കൊടുങ്ങല്ലൂരമ്മയായിട്ടും ആറ്റുകാലമ്മയായിട്ടും പറയാൻ തുടങ്ങിയ നമ്മുടെ നാവിലെ വെള്ളം വെറ്റുന്നല്ലാതെ അമ്മയുടെ നാമം തീരില്ല. നീ ബാക്കി നാളെ പറയാം. അത്രയും നിർത്തിയുള്ളൂ. എത്ര സ്ഥലങ്ങളിലാ, എത്ര പ്രദേശങ്ങളിലാ. നമ്മുടെയൊക്കെ ഭവനങ്ങളുടെ മച്ചകത്ത് വന്ന് ഒരു വച്ചില നിവേദ്യം മാത്രം സ്വീകരിച്ചും കൊണ്ട് പരമ്പരകളെ നോക്കുന്ന മഹാമാതൃവാത്സല്യ സ്വരൂപിണിയായി അവിടുന്ന് വർത്തിക്കുന്നു. ദുഷ്ടതയുടെ സംഹാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ളതും വിദ്യയുടെ പ്രതീകമായിട്ടുള്ളതും അഭയത്തിൻ്റെ പ്രതീകവുമായിട്ടുള്ള രൂപത്തിൽ ആ അഭയവരസ്വരൂപിണി നമ്മുടെയൊക്കെ ഉള്ളിലും മച്ചകങ്ങളിലും ഇല്ലങ്ങളിലും ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും കാവുകളിലും എന്ന് വേണ്ട എല്ലാ ദിക്കിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. എന്നിട്ടും നമ്മൾ അമ്മയെ കാണുന്നില്ല എന്നാണ്. അമ്മയെ കണ്ടു തൊഴുന്നേ, എൻ അമ്മയെ കണ്ടു തൊഴുന്നേ. അമ്മയെ കണ്ടു തൊഴുക നല്ല വേണം. ഉള്ളു ചുട്ട് വിളിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ
ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഭഗവാന്റെ നിർദ്ദേശം അതേപടി തഥേരി അതുപോലെ എന്നും പറഞ്ഞു പോയി പൂർണ്ണമാക്കി കഴിഞ്ഞപ്പോഴേക്കും ഭഗവാന്റെ അവതാരത്തിലുള്ള രംഗങ്ങളായി. ജയിലിൽ കിടക്കുന്ന വസുദേവർ, ആ വസുദേവരുടെ ഉള്ളിൽ നിന്ന് ദേവകിയിലേക്ക് ഭഗവാന്റെ ചൈതന്യം പകരുന്നു. ദേവകി അതിനെ സ്വീകരിക്കുന്നു. അതിനു മുമ്പേ ദേവകി നിന്ന് 7ാമത്തെ ഗർഭത്തെ ദേവി മാറ്റിക്കഴിഞ്ഞിരുന്നു. ബ്രഹ്മാദി ദേവന്മാർ വന്ന് വളരെ ആനന്ദത്തോടുകൂടി സ്തുതിച്ചു പോയി. പൊന്നിഞ്ചിങ്ങമാസത്തിലെ അഷ്ടമീരോഹിണി അർദ്ധരാത്രി നിശീഥ സമയത്തിങ്കൽ ഭഗവാൻ അന്ന് അവതരിച്ചു എന്നല്ല, അതിനുശേഷം എന്നും ഭഗവാൻ അവതാര. നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് കാരാഗ്രഹം പോലെയുള്ള നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാൻ നിരന്തരം കാരുണ്യത്തിന്റെ നീലമയായി, സംഗീതത്തിന്റെ സുസ്വരങ്ങളായി, സ്നേഹത്തിന്റെ ഉറവിടമായി, ഭക്തിയുടെ അനുഭവമായി അവിടുന്ന് അവതരിക്കുന്നു. നമുക്ക് ആ അവതാര രംഗം വർണ്ണിച്ച് ഉണ്ണിക്കണ്ണന്മാരെയും അതേപോലെ ഗോപി ഗോപാലന്മാരെയും ഈ വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് നാമസങ്കീർത്തനം ചെയ്ത് ദിവ്യലീലകളാടി തയ്യാറായിട്ട് നിൽക്കുകയാണ് ഓരോ പാത്രങ്ങൾ കൊട്ടാൻ. സത്യത്തിൽ ഇതൊക്കെ നമ്മളുടെ പ്രതീകമാണ്. ഉറിയടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മൺകലം പൊട്ടിക്കലാണ്. നമ്മളൊക്കെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ നല്ല കലങ്ങളാണ്, ഓട്ടയുള്ള കലങ്ങളാണ്. ഓരോ ഓട്ടയില്ല, 9 ഓട്ടയുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഭഗവാനുള്ളൊരു വെണ്ണയുണ്ട്, ഓർക്കുക. അപ്പോൾ ആ പ്രതീകം നമുക്ക് പ്രതീകാത്മകമായിട്ടുള്ള രീതിയിലുള്ള ഈ ലീലകൾ ആടി ഈ പരമസത്യത്തെ ചിന്തിച്ച് കൃഷ്ണാവതാരത്തിൻ്റെ പ്രസാദവുമായിട്ട് നമുക്ക് മടങ്ങാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുക ഉവാച അഥ സർവഗുണോ വേദ കാല പരമശോഭന യർഹേവാജന ജന്മക്ഷം ശാന്ത്രക്ഷഗ്രഹധാരം ദിശപ്രസേതുർഗഗനം നിർമ്മലോടുവിനോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമോർജാഗരം നദ്യപ്രസന്ന സലിലാഹൃതാജലരുഹശ്രിയ ദ്വിജാളികുലസംവാദസ്തവകാവനരാജയ ബഹുവായു സുഖസ്പരിഷ പുണ്യഗന്ധവഹശ്രുചി അഗ്നയശ്ചദ്വിജാനീനാ ശാന്താസ്തത്ര സമിന്ധഃ മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാ ജായമാനേ ജനേതസ്മിൻ നേതുർദുന്ദുഭയോ ദിവി ജഗുകിന്നരഗന്ധർവാ തുഷ്ടുഭസിദ്ധചാരണാഃ വിദ്യാധര്യശ്ച നൃതു അപ്സരോഭിः സമം മുമുചുർമുനയോ ദേവാ സുമനാംസി മുദാന്വിതാഃ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീഥേതമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുണാശയ ആവിരാസീല്യധനാപ്രാച്യ ദിശി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശബ്ദജഗായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭിതസ്തുഭം ാംബരം സാന്ദ്രവൈകോരസൗഭജം മഹാർവൈഡൂര്യകിരീടകുണ്ടല ദിശാപരിഷ്വപ്തസഹസ്രകുണ്ടലം വസുദേവ ഐക്ഷത മിന്നം
കുഞ്ചേരമാല ധന്യശ്രീവത്സസൽക്കൗസ്തുഭടകലും ചാരുദോരന്തരാനം ശംഖം ചക്രം ഗദാപങ്കജമിതി വിലസം 4 തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണം ഹരിവപുരമലം പുരയേ മംഗളം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ചലോ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കരിമൂകിൽ വർണ്ണന്റെ തിരുവൂടലെന്നോട് അരികിൽ വന്നെപ്പോഴും കാണാകേണം കാലിൽ ചീലമ്പും കിളുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാകേണം എങ്ങിനിയും ഓതിരനും ചാത്തി ഭംഗിയോടൻ മുമ്പിൽ കാണാകേണം കീർത്തിയേറിയും കുഞ്ചിക്കൈരണ്ടിലും എണ്ണ കൊടുത്തമ്മ രഞ്ജിപ്പിക്കുന്നത് കൂത്താടിയിടും പശു കുട്ടികളുമായി ഒത്തുകളിപ്പതും കാണാനും കെട്ടിയിട്ടിടുമുരലും വരിച്ച മുട്ടുകൊത്തുന്നതും കാണാനും കേകികളെ പോലെ നൃത്തമാടിടുന്ന കേശവ പൈതലും കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൈകളിൽ ചന്ദ്രനെ എല്ലേ വരുത്തിയ ലോകൈകനാഥൻ